ഹായ് ഫ്രണ്ട്സ്, Taketips കുക്കിംഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കട്ട്ലേറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണിത്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ബ്രെഡ് ആണെങ്കിൽ 4-5 മതിയാവും. ഇത് വീതി പറഞ്ഞ ബ്രെഡാണ്, അപ്പോൾ 6 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡും മുറിച്ച് മാറ്റണം ആദ്യം തന്നെ. ഇതിപ്പോൾ എല്ലാ സ്ലൈസിൻ്റെയും 4 സൈഡ് മുറിച്ച് മാറ്റിയതാണ്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് പൊട്ടിച്ചിടണം. ഇപ്പം എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്, വേവിച്ച് ഉടച്ച് വെച്ച് ചേർക്കണം. ഒരു സവോളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് നോക്കിയിലേക്ക് ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. പിന്നെ ഉപ്പ് പാകത്തിന് ചേർക്കാം. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് മാവ് കിട്ടും. ഇനി ഇതിൽ നിന്ന് ബോൾ സൈസിൽ ഓരോ ഉരുളകളായിട്ട് എടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം. കുറച്ച് കട്ടിയോട് വേണം ഇത് വറുക്കാനായിട്ട് ഇടാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പതുക്കെ. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ബ്രെഡ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടുകൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്